മാതാവിൽ നിന്ന് നല്ല ദുആ നമ്മൾ നേടിയെടുക്കണം. ഉമ്മച്ചിയുടെ നല്ല ദുആ നേടിയെടുക്കണമെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണ്ടേ? വേണ്ടേ? വാപ്പാടെ നല്ല ദുആ നേടിയെടുക്കണമെങ്കിൽ വാപ്പായ്ക്ക് സന്തോഷം കൊടുക്കണ്ടേ? വാപ്പാനെ എങ്ങനെയാ സന്തോഷിപ്പിക്കുക? മാതാപിതാക്കൾ ഒരുപോലെയാണ് 5 സ്ഥലത്ത് സൂറത്തുൽ ഇസ്റാ അല്ലാഹു പറയുന്നു, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ تقل لهما أف ولا تنهرهما. അല്ലാഹു പറയുന്നു, നിന്റെ റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു, ജഡ്ജ്മെന്റ് നൽകുന്നു, വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ മുമ്പിൽ മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും വാർദ്ധക്യത്തിൽ ഉണ്ടെങ്കിൽ, നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരുമോ പ്രായമായി വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പറയുന്നു, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ അവർ രണ്ടുപേരോടും പറയരുത്, ഛേ എന്ന് പോലും പറയരുത്, വലാ തൻഹറുഹുമാ, നീ അവരെ പുറത്താക്കരുത്, അവരെ നീ വിരട്ടരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, റെസ്പെക്റ്റ് ഉള്ള വാക്ക് മാത്രമേ നീ അവരോട് പറയാവൂ. നാലാമത്തത് അല്ലാഹു പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹൽ ഉല്ലി മിനർ റഹ്മാ, നീ നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താഴ്ത്തി കൊടുക്കണം. വൽ ജനാഹൽ ഉല്ലി മിനർ റഹ്മാ, കാരുണ്യത്തിന്റെ ചിറക് നീ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താഴ്ത്തി കൊടുക്കണം. വഖുൽ, നീ പ്രാർത്ഥിക്കണം അവർ രണ്ടുപേർക്കും, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, 5 നേരം പ്രാർത്ഥിക്കണമെന്ന് അഇമ്മത്തുൽ അർബഅ 4 ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ചുരുങ്ങിയത് 5 നേരം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണം നാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, നാഥാ എന്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ. കമാ റബ്ബയാനി സഗീറാ, എന്റെ കുട്ടിക്കാലത്ത് എന്നെ സംരക്ഷിച്ച് പോറ്റി വളർത്തിയതുപോലെ നീ അവരെ അനുഗ്രഹിക്കണമേ. കണ്ടോ? മാതാപിതാക്കളോട് ഛേ എന്ന് പറയരുത്, ഉഫിൻ. അതിനേക്കാൾ ഒരു ചെറിയ പദം ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു അത് പറഞ്ഞേനെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. മനസ്സിലായില്ല സുഹൃത്തുക്കളെ? കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഉമ്മ വിളിച്ചു, ഒരു മാതാവ് വിളിച്ചിട്ട് പറയുകയാണ്, വാല പറയുന്ന ഷമ്മാസ് ഉസ്താദ് അല്ലേ? അതെ, നിങ്ങളുടെ വാല ഞാൻ കേട്ടോണ്ടിരിക്കുക, ഖിയാമത്തിന്റെ അടയാളം. ഞാൻ ചോദിച്ചു, എന്താ വിളിച്ചേ? സ്ത്രീ കരയുകയാണ്, ആ ഉമ്മ കരയുകയാണ്. ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ പറയും കരയാതെ. ആ സ്ത്രീ, ഞാൻ ജില്ലയുടെ പേര് പറയുന്നില്ല, സ്ഥലപ്പേരും പറയുന്നില്ല, ആ സ്ത്രീ പറഞ്ഞിരുന്നു, ഒരിടത്ത് എന്നെ പരിചയപ്പെടുത്തല്ലേ, സംഭവം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്താന്ന് ചോദിച്ചപ്പോ ഉമ്മ പറയുകയാണ്, എന്റെ മകൻ 24 വയസ്സായി, എന്റെ മകന് സർക്കാരിൽ ജോലി കിട്ടി, എന്റെ മകൻ എന്നെ തല്ലുന്നു, ചവിട്ടുന്നു, പലപ്പോഴും എന്റെ മകന്റെ ഇടികൊണ്ട് ഞാൻ മറിഞ്ഞു വീണിട്ടുണ്ട്, അവൻ എന്നെ അപായപ്പെടുത്തിയേക്കുമോ എന്ന് വരെ ഞാൻ ഭയപ്പെടും. ഒരു തള്ള കരഞ്ഞുകൊണ്ട് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചു. സുഹൃത്തുക്കളെ, കളവ് പറയുന്നതല്ല, വല്ലാഹി എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെ നമ്പർ കിട്ടി? അത് ഉസ്താദിന്റെ യൂട്യൂബിലെ പ്രസംഗത്തിൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അത് കാണുന്നുണ്ട്, അങ്ങനെയാണ് വിളിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ഉമ്മയെ, ഒരു മകൻ, പെണ്ണുകെട്ടാറായ ഒരു പയ്യൻ തല്ലുക, ചവിട്ടുക, തൊഴിക്കുക, പച്ചത്തെറിയാണ് പറയുന്നത്. ആ തള്ള പറയുകയാണ്, അല്ലാഹ് പറഞ്ഞു, നീ ഉഫിൻ ഛേ എന്ന് പോലും നീ പറയല്ലേ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. നോക്കൂ, മാതാപിതാക്കൾ നിന്റെ മുമ്പിൽ വാർദ്ധക്യത്തിലുണ്ടെങ്കിൽ എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞു. അപ്പോ വാർദ്ധക്യം നമുക്കറിയാം ജീവിതത്തിലെ ഏറ്റവും പരിലാളനയും ഖിദ്മത്തും ബെസ്റ്റ് സർവീസും ഒക്കെ നമ്മൾ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ടൈമാണ് വാർദ്ധക്യം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാനും അസീസ് ഉസ്താദും ഫരീദ് ഉസ്താദൊക്കെ ഹബീബേ വൃദ്ധരായ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഉമ്മക്ക് 75 വയസ്സായി. എന്റെ മാതാവിന്റെ മുട്ടിന് തേയ്മാനമാണ്. എന്റെ മാതാവിന് സ്റ്റെപ്പ് കയറാൻ കഴിയില്ല. ഭയങ്കര വേദനയാണ്. ഈ വേദനയും ഇതൊക്കെ നാം അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ മാതാപിതാക്കളോട് നാം കയർത്ത് സംസാരിക്കരുത്, അവരെ അസഭ്യം പറയരുത്, അവരെ മർദ്ദിക്കരുത്, പോലും പറയരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. എന്താ വലാ തൻഹറുഹുമാ? ഹബീബേ, നമ്മുടെ മാതാപിതാക്കളെ നാം വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, അവഗണിക്കരുത്. നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ ലൈഫ് പാർട്ട്ണർ, നമ്മുടെ ജീവിത പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉപ്പയെയും ഉമ്മയെയും ഇറക്കി വിടരുത്, ശകാരിക്കരുത്, ഹോം നഴ്സിനെ കൊണ്ട് പരിചരിപ്പിക്കരുത്, ഡേ കെയറിൽ കൊണ്ടുപോയി തള്ളരുത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ വിനീതൻ ഒരിക്കൽ ഒരു പ്രസംഗത്തിന് പോയി. ഭക്ഷണം കഴിക്കാനും വീട്ടിൽ കടന്നപ്പോ ആ വീട്ടിൽ നിന്നും ഞരക്കം കേൾക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ആ ഞരക്കം? അപ്പോൾ വീട്ടിലെ കുട്ടികൾ പറഞ്ഞു, അതൊരു പുരാവസ്തുവാണ്. ഞാൻ ആ റൂമിലേക്ക് കയറിയപ്പോ കണ്ടത് ആ വീട്ടിലെ ഒരു വല്യുപ്പ കട്ടിലിൽ ചുരുണ്ട് കിടക്കുന്നു. സുഹൃത്തുക്കളെ, മലവും മൂത്രവും ഒക്കെ ശരീരത്തിൽ നന്നായി പടർന്നിട്ടുണ്ട്. അപ്പൊ നാളെ നമ്മുടെ മക്കൾ നമ്മളെ പറ്റി പറയും, പ്രായമായി കഴിയുമ്പോൾ എന്ത് പറയും? പുരാവസ്തു. അല്ലാഹു തആല അത് കേൾക്കുന്നതിന് മുമ്പ് വഫാത്താവാൻ പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. പറയോടാ, പുരാവസ്തു എന്ന് പറയോ? ഇല്ലാന്ന് പറഞ്ഞു. അല്ലാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. നല്ല മക്കളായി അല്ലാഹു കബൂലാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ പുറത്താക്കരുത്. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ. ഉപ്പയോടും ഉമ്മയോടും പറയണം ഖൗലൻ കരീമാ. കരീമായ വാക്ക്, റെസ്പെക്റ്റ് ഉള്ള വാക്ക്. പാടെ ഉമ്മാടെ മുമ്പിൽ വിനയം തുളുമ്പുന്ന റെസ്പെക്റ്റ് ഉള്ള സംസാരം നിങ്ങൾ പറയണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് നോക്കൂ, അല്പം സാഹിത്യാത്മകമായിട്ടാണ്. നിങ്ങൾ വിരിച്ചു കൊടുക്കണം. സ്നേഹത്തിൽ ചാലിച്ച, കാരുണ്യത്തിൽ ചാലിച്ച നിങ്ങളുടെ ചിറക് നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും വിരിച്ചു കൊടുക്കണേ. എന്താണ് ഇതിന്റെ വാക്കിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാണ്, നീ ദുനിയാവിൽ എത്ര വലുതായാലും നിന്റെ പാരന്റ്സ്, നിന്റെ മാതാപിതാക്കളുടെ മുന്നിൽ നീ വലുതാകുന്നതല്ല. നിനക്ക് അല്ലാഹു നൽകിയ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക കഴിവുകളെല്ലാം, നിനക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെല്ലാം നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ പങ്കുവെക്കണം. കാരുണ്യത്തിൽ ചാലിച്ച ആ ചിറക് നീ വിരിച്ചു കൊടുക്കുന്ന തള്ളക്കോഴി കുഞ്ഞുങ്ങൾക്ക് ചിറക് വിരിച്ചു കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? നല്ല ഭക്ഷണം നമ്മുടെ മാതാപിതാക്കൾ അർഹതപ്പെട്ടതാണ്. നല്ല വസ്ത്രം, നല്ല പരിചരണം, നല്ല അക്കോമഡേഷൻ, നല്ല ഫുഡ്, ഇതൊക്കെ നാം ആസ്വദിക്കുമ്പോ നമ്മുടെ മാതാപിതാക്കൾക്കും കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാട്ടുകാർക്കൊക്കെ വെച്ചു കൊടുക്കും, കൂട്ടുകാർക്കൊക്കെ വെച്ചു കൊടുക്കും. ഗൾഫുകാർ വരുമ്പോ അവർക്കും ബിരിയാണി, തേങ്ങാച്ചോറും കൊടുക്കും. അപ്പച്ചാക്കും ഉമ്മച്ചാക്കും ഒരു നേരം വെച്ചു കൊടുക്കൂല.
ഹബീബേ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പയും ഉമ്മയും ഒരുപോലെയാണ് ഈ ആയത്തിൽ 5 സ്ഥലത്ത്. ഇനി അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഒന്ന് പറയും, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്റെ നാഥ, നീ അവരിരുവരെയും അനുഗ്രഹിക്കണമേ. കമാ റബ്ബയാനി സഗീറാ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ശൈശവത്തിൽ കഴിയുമ്പോ അവരാണ് എന്നെ പോറ്റി വളർത്തിയത്. കമാ റബ്ബയാനി സഗീറാ. എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് സംരക്ഷണം തന്നു. നൊന്ത് പ്രസവിച്ചതും മുലയൂട്ടിയതും എന്നെ സംരക്ഷിച്ചതും എന്നെ പറത്തിയതും ഒക്കെ ആരാ? എന്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഉമ്മയാണ് 1-ാം സ്ഥാനത്ത്, ഉപ്പയാണ് 2-ാം സ്ഥാനത്ത്. അത് കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞു, വബിദിൽ ഖുർബാ. അടുത്ത ബന്ധുക്കളോട് കടമയുണ്ട്. അല്ലാഹു കഴിഞ്ഞാൽ, മാതാപിതാക്കൾ കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കളാണ്. ആരാണ് അടുത്ത ബന്ധുക്കൾ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ പെങ്ങളല്ലേ 3-ാം സ്ഥാനത്ത്, 4-ാം സ്ഥാനത്ത് നിന്റെ സഹോദരന്മാരല്ലേ, നിന്റെ ഉപ്പയും ഉമ്മയും മൊത്ത ശഖീഖായ സഹോദരൻ. പിന്നീടാരാ അടുത്ത ബന്ധുക്കൾ? അതാ പിതാവിന്റെ സഹോദരങ്ങൾ, പിതാവിന്റെ സഹോദരിമാർ, മാതാവിന്റെ സഹോദരങ്ങൾ, മാതാവിന്റെ സഹോദരിമാർ. ഇവരെല്ലാം അടുത്ത ബന്ധുക്കളാണ്. ഒരിക്കൽ ഒരു സഹാബി മുത്തുനബിയുടെ മുന്നിൽ വന്നു, ഇന്നി അദ്നബ്തു ദംബൻ അലീമാ. ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, എനിക്ക് തൗബയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ തെറ്റെന്താണെന്ന് ചോദിച്ചില്ല. അവിടെ ചോദിച്ചു, ഫഹല്ലക മിൻ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ സഹാബി പറഞ്ഞു, വഫാത്തായി പോയി. ഫഹല്ലക മിൻ ഖാലാ. നിന്റെ മാതൃ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉമ്മാടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോഴാ സഹാബി പറഞ്ഞു, എന്റെ മാതൃ സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ തൗബ അല്ലാഹു പൊറുക്കും, നിന്റെ പാപം അല്ലാഹു പൊറുക്കും, നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. നിന്റെ മാതൃ സഹോദരിക്ക് നീ ഖിദ്മത്ത് ചെയ്യണം. ഫബിർറഹാ. അവർക്ക് നീ ഗുണം ചെയ്തോ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, അൽ ഖാലതു ബിമൻസിലത്തിൽ ഉമ്മി. മാതൃ സഹോദരി മാതാവിന്റെ സ്ഥാനത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. മാതൃ സഹോദരി, ഈ വെങ്ങോലയില് ഉമ്മാടെ സഹോദരിക്ക് എന്താ പറയാതെ എനിക്കറിയില്ല. ഞങ്ങളുടെ ഇരാറ്റുപേട്ടയിലൊക്കെ കൊച്ചുമ്മ എന്ന് പറയും, മൂത്തുമ്മ എന്നും പറയും. ഏട്ടത്തിക്ക് മൂത്തുമ്മാന്നും അനുജത്തിക്ക് കൊച്ചുമ്മാന്നും. ഇവിടെ അങ്ങനെ ആണോ? ആ ഏളാമ മൂത്തുമ്മ. പിന്നെ നിങ്ങൾ വിളിക്കും പോലെ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കാറില്ല. എന്താടാ പുള്ളേ? അതെ അതെ അതെ. എന്താടാ പുള്ളേ? അത് പെരുമ്പാവൂരുകാരുടെ ഒരു പ്രത്യേക വാക്കാ അല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടുംബ ബന്ധം ചേർക്കണം. സൂറത്തുൻ നിസാ 36-ാമത്തെ ആയത്ത്. ഷമാസ് ഉസ്താദ് ഈ ആയത്ത് വിശദീകരിച്ചു തരുന്നുണ്ടെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്ന് നാളെ സമയം കിട്ടുമ്പോ, ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പ്രാസംഗികരെല്ലാം വന്നുപോയി ലാസ്റ്റ് നിങ്ങൾ ആ തഫ്സീർ ഒന്ന് എടുത്ത് നോക്ക്. സൂറത്തുൻ നിസാ 36-ാമത്തെ ആയത്ത്. ഇനി ആരോടാ കടമയുള്ളത്? അങ്ങനെ ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ പറ്റൂല. ഞാനും എന്റെ പൊണ്ടാട്ടിയും എന്റെ മക്കളും, അത് പറ്റൂല. അത് സെൽഫിഷാണ്, അതാണ് സ്വാർത്ഥത. അത് പറ്റൂല. ഹദീസിൽ വരുന്നുണ്ട്, ഒന്നരാടം സന്ദർശിക്കണം, മഹബ്ബത്ത് വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം ബന്ധുക്കളെ. നീ വല്ലപ്പോഴും ഒക്കെ ഒന്ന് സന്ദർശിക്കണം. തസ്ദദ് ഹുബ്ബ, മഹബ്ബത്ത് അധികരിക്കും.
മുത്തുമാനെയും എളാപ്പാനെയും കൊച്ചുമാനെയും ഒക്കെ നമ്മൾ വല്ലപ്പോഴും കാണാൻ പോകണം. ചുമ്മാ കാണാൻ പോയാൽ പോരാ, കയ്യിൽ കെട്ടും വേണം. ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തഹാദൗ, നിങ്ങൾ ഹദിയ കൊടുക്കണം, ഹദിയ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. ഫൈനഹാ തുഖർരിബുൽ ഖുലൂബ്, അത് മനുഷ്യ ഹൃദയങ്ങളെ അടുപ്പിക്കും, ചേർത്തു തരും. ഫൈനഹാ തുദ്ഹിബു വഹറൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ വെറുപ്പ് പോക്കുന്നതാണ്. ഹൃദയത്തിലുള്ള എന്തെല്ലാം വെറുപ്പുണ്ടോ അത് നീക്കിക്കളയും. ഹദിയയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ബന്ധുക്കളെ കാണാൻ പോകുമ്പോ മൂത്തുമാക്ക് ഇഷ്ടപ്പെട്ടത് എന്താ? നേന്ത്രപ്പഴമാണെങ്കിൽ 2 കിലോ നേന്ത്രപ്പഴം കൊണ്ടേ കൊടുക്കണം. എളാമയ്ക്ക് ഇഷ്ടം നല്ല ലുങ്കിയും മക്കനയുടെ തുണിയാണെങ്കിൽ അതുകൊണ്ടേ കൊടുക്കണം. ഇനി ഒന്നുമില്ലേ, ഒരു 100-500 രൂപ അവരുടെ കയ്യിൽ, ഒരു 100-300 രൂപ കയ്യിൽ വെച്ച് കൊടുത്താൽ അവർക്ക് ആശുപത്രിയിൽ പോകാം, ഓട്ടോറിക്ഷയ്ക്കൊക്കെ കൊടുക്കാവല്ലോ. അവർ മനസ്സിൽ നിന്നോട് വലിയ ആഗ്രഹവും വലിയ മഹബത്തും ഉണ്ടാകും. അവർ ദുആ ചെയ്യും നിനക്ക് വേണ്ടി. ഉമ്മാടെ സ്ഥാനത്താണല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി. സഹോദരങ്ങളെ, ഹദീസിൽ വരുന്നുണ്ട്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖി, ആരെങ്കിലും ഫുഡിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ, വയുനസ്സ ലഹു ഫീ അസരി, ആയുസ് നീളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. 2 ഓഫറാണ്. ഒന്ന് ഫുഡിൽ ബർക്കത്ത്, കുടുംബബന്ധം ചേർക്കുന്നവർക്ക് റിസ്കിൽ അല്ലാഹു വിശാലത തരും, വിശാലത തരും. ഒരിക്കൽ ഒരാൾ എന്റെ മുമ്പിൽ വന്നു. ഞാൻ കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിൽ ഖതീബായി ജോലി ചെയ്യുമ്പോഴാ, മാട്ടൂല് പഴയങ്ങാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം ഒരു പ്രവചനം നടത്തി. മോനെ, ഭക്ഷണത്തിന് നിനക്കൊരു കുറവ് വരൂല. ശരിയാ, എവിടെ ചെന്നാലും കഴിക്കാനൊരു ഭാഗ്യ സാധുണ്ട്. അല്ലാഹു പടച്ചോ, ഞാൻ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന ആളാണ്, എന്റെ ഉസ്താദ്മാരെ സ്നേഹിക്കുന്ന ആളാണ്. അവരുടെയൊക്കെ ദുആയ സിഎമ്മിനെ 2 വട്ടം ജീവിതത്തിൽ കാണാൻ സാധിച്ചു. സിഎമ്മിനെ കണ്ടിട്ടുണ്ടോ ഈ സദസ്സിൽ? ഒന്ന് കൈപൊക്കിയൊക്കെ കണ്ടവര്? എന്റെ റബ്ബേ, കടുകിന് പോലും ഓർമ്മയില്ലേ? ഞാൻ 2 വട്ടം കണ്ടു. 2ാമത് പോയത് 2 കാര്യത്തിന്. 2 കാര്യം നടക്കുകയും ചെയ്തു. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലേ? റുബ്ബ അശ്ഖസ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. എത്രയോ ജാടകളില്ലാത്ത റുബ്ബ അശ്ഖസ അഗ്ബറ. ഹദീസിന്റെ പദാനുപത അർത്ഥം എന്താണെന്നറിയോ? എന്താ? അശ്ഖസ, ചീർപ്പ് കൊണ്ടൊന്നും താടിയും തലമുടിയും ഈരാത്ത, അല്പം ജടയൊക്കെ പിടിച്ച മുടിയുള്ള, അഗ്ബറ, ഉജാലയൊന്നും മുക്കാത്ത, അയൺ ബോക്സ് കൊണ്ടൊന്നും ഒരശാത്ത, വലിയ ജാടയില്ലാത്ത, സാദാ സീതാ തുണി ഉടുത്ത എത്ര ആളുകൾ. നോക്കൂ, നമ്മുടെ അടുത്തൊരു മഹാൻ, 2 മഹാന്മാര് കിടപ്പുണ്ട് മുടിക്കൽ, അല്ലേ? സുഹൃത്തുക്കളെ, അവരെ കാണുമ്പോ ആരും വലിയ സ്വീകരണമൊന്നും കൊടുക്കൂല. ഗേറ്റ് അടയ്ക്കും, ഗേറ്റുകൾ അടയ്ക്കപ്പെടും. കണ്ടോ? ഇന്ന് വലിയ കാറിൽ വന്നാലേ ഉള്ളൂ സ്വീകരിക്കും. ഇന്നോവായി തന്നെ വരണം, എന്നാലേ ഗേറ്റ് തുറന്നു കൊടുക്കൂ, അല്ലേ? അത് തോട്ട് കൊണ്ടുപോയി കിടത്തുകയുള്ളൂ. ഇത്തരക്കാര് വന്നാൽ ഗേറ്റ് അടയ്ക്കപ്പെടും. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് പറയുകയാണ്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവിനെ മുൻനിർത്തി അവർ വല്ലതും പറഞ്ഞാൽ അല്ലാഹു അത് സാക്ഷാത്കരിച്ചു കൊടുക്കും. അത് നടക്കും, അത് വേണ്ട. ഇങ്ങനെയാണ് സിഎം പറഞ്ഞിരുന്നത്. നടക്കും എന്ന് പറഞ്ഞാൽ നടക്കും, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. ഓപ്പറേഷൻ വേണ്ട. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുന്തു റിദ്ഫൻ നബി അലാ ഹിമാരി, ഞാനോ പ്രവാചക പുങ്കവരും ഒരു കഴുതപ്പുറത്ത് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്നെ വിളിച്ചു, യാ മുആദ്, ഓ മുആദേ റളിയല്ലാഹു അൻഹു, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, ദാസന്മാരായ മനുഷ്യർക്ക് അല്ലാഹുവിനോടുള്ള കടമകൾ നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പേര് വിളിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, നിനക്കറിയുമോ മുആദേ, ജനങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള ഹഖ് എന്താണെന്ന് അറിയുമോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം, ഞാൻ പറഞ്ഞു അല്ലാഹുവിനും അവന്റെ തിരുദൂതർക്കും അറിയാം. അവിടുന്ന് പറഞ്ഞു, അയ്യഅബുദൂ വലാ യുശ്രികൂ ബിഹി ഷൈആ, അയ്യഅബുദൂ, ജനങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ് വേണ്ടത്, ആരാധന അർപ്പിക്കുകയാണ് വേണ്ടത്. വലാ യുശ്രികൂ ബിഹി ഷൈആ, അല്ലാഹുവിനോട് ആരെയും പങ്കു ചേർക്കാതിരിക്കുകയാണ് വേണ്ടത്, ശിർക്ക് വെക്കാതിരിക്കുകയാണ് വേണ്ടത്. വീണ്ടും മുത്തുനബി ചോദിച്ചു, യാ മുആദ്, അതദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, ഓ മുആദേ റളിയല്ലാഹു അൻഹു, നിനക്കറിയുമോ അല്ലാഹുവിന് തന്റെ ദാസന്മാരോടുള്ള കടമകൾ എന്താണെന്ന് അറിയുമോ? ഞാൻ പറഞ്ഞു അല്ലാഹുവിനും അവന്റെ തിരുദൂതർക്കും അറിയാം. അവിടുന്ന് പറഞ്ഞു, വഇദാ ഫഅലൂ ദാലിക അല്ലാ യുഅദ്ദിബഹും, ജനങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്താൽ അവരെ നരകത്തിലിടാതിരിക്കലാണ്, അവരെ പണിഷ്മെന്റിന് വിധേയമാക്കാതിരിക്കലാണ്, ശിക്ഷിക്കാതിരിക്കലാണ് അല്ലാഹുവിന് ജനങ്ങളോടുള്ള കടമയെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കടമയാണ് ഇപ്പോൾ മനസ്സിലായത്. ഒന്ന് അല്ലാഹുവിനോടുള്ള കടമ, മറ്റൊന്ന് അല്ലാഹുവിന് ജനങ്ങളോടുള്ള കടമ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ അറിയുകയും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു നമ്മളെ നരകത്തിൽ ഇടുകയില്ല. അത് അല്ലാഹുവിന് സൃഷ്ടികളോടുള്ള ഹഖാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ തുടങ്ങി, എന്റെ വിഷയം മൗളൂഅ് ട്രാക്കിലെത്തി, ഇനി മുന്നോട്ട് പോവുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ 36-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ഷൈആ, അവനോട് ഒരു വസ്തുവിനെയും നിങ്ങൾ ശിർക്ക് വെക്കരുത്, പങ്കു ചേർക്കരുത്. വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവന്റെ കൂട്ടത്തിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാനാ, ഇബാദത്ത് അല്ലാഹുവിനാണെങ്കിൽ ഇഹ്സാൻ, മാതാപിതാക്കൾക്ക് ഇഹ്സാനും നിങ്ങൾ ചെയ്യണം. മാതാവിനും പിതാവിനും മാതാപിതാക്കൾക്ക് നന്മകൾ നിങ്ങൾ ചെയ്യണം. ഒരിക്കൽ ഒരു സഹാബി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, പ്രവാചകന്റെ ഹളറത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കടമകൾ പറഞ്ഞു തന്നാലും. അവിടെ പറഞ്ഞു, നീ ജീവിക്കുന്ന സമൂഹത്തിൽ നിനക്ക് ഏറ്റവും കടമ ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. രണ്ടാമത് വ അബാക, നിന്റെ പിതാവിനോടാണ്. മൂന്നാമത് ഉഖ്തുക, നിന്റെ പെങ്ങളോടാണ്. വ അഖാക, നാലാമത് നിന്റെ സഹോദരനോടാണ്. സുമ്മ അദ്നാക വ അദ്നാക, പിന്നീട് അതിനോട് അടുത്തവരോടാണ്. അടുത്തവരോടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ഏറ്റവും കടമ ആരോടാ? ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. മാതാവും പിതാവും, മാതാപിതാക്കൾ. അല്ലാഹുവിനെ ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു പറഞ്ഞത് അനിഷ്കുർലി വലിവാലിദൈ,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ജാഅ റജുലുൻ ഇലൻ നബിയ്യി, ഒരു സഹാബി മുത്തുനബിയുടെ ഹളറത്തിലേക്ക് വന്നു. ഹദീസിൽ ജാഅ റജുലുൻ എന്ന് പറഞ്ഞാൽ അവിടത്തെ റജുൽ സഹാബിയാണ്. ഒരു സഹാബി നബിയുടെ മുന്നിൽ വന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബതി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സർവീസ്, നല്ല ഖിദ്മത്ത്, നല്ല സുഹബത്ത്, നല്ല പരിചരണം ആർക്കാണ് ഞങ്ങൾ നൽകേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ഉമ്മുക, നിന്റെ മാതാവിന്. വീണ്ടും വന്ന വ്യക്തി ചോദിച്ചു, ആഗതൻ ചോദിച്ചു, സുമമൻ, ഉമ്മുക, നിന്റെ ഉമ്മയ്ക്ക് തന്നെ. വീണ്ടും ആഗതൻ ചോദിച്ചു, മൂന്നാം വട്ടവും അവിടുന്ന് പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയ്ക്ക് തന്നെ. വീണ്ടും ആ സഹാബി ചോദിച്ചു, സുമമൻ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അബാക, നിന്റെ പിതാവിന്. ഒന്നും രണ്ടും മൂന്നും വട്ടം 3 ദറജ ഉമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഒന്നാം സ്ഥാനത്ത് ഉമ്മയാണ്, രണ്ടാം സ്ഥാനത്ത് ഉപ്പയാണ്. എന്തുകൊണ്ടാണ് 3 പദവി ഉമ്മ അലങ്കരിക്കുന്നത്? ഇമാം ഖുർത്തുബി തങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, 3 ഉത്തരവാദിത്തം മാതാവാണ് ഏറ്റെടുത്തത്. ഏതാണ് ആ 3 ഉത്തരവാദിത്തം? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യനോട് നാം വസിയത്ത് ചെയ്യുന്നു. വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യനോട് നാം കൽപ്പിക്കുന്നു. ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണേ, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യണേ എന്ന് മനുഷ്യനോട് നാം വസിയത്ത് ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നു, ദുരിതത്തിന്റെ മേൽ ദുരിതം സഹിച്ചുകൊണ്ട്. വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ, അവന്റെ മുലകുടി അവസാനിപ്പിച്ചത് 2 കൊല്ലത്തിലാണ്. അനിഷ്കുർ ലീ വലിവാലിദൈ, നീ എനിക്ക് ശുക്ർ ചെയ്യണം, നിന്റെ ഉപ്പാക്കും നിന്റെ ഉമ്മാക്കും നീ നന്ദി ചെയ്യണം. അല്ലാഹു പറയുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറയുകയാണ്, 3 ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഉമ്മയാണ്. ഒന്ന്, ഉമ്മയാണ് ഹംല് ഏറ്റെടുത്തത്, ഉമ്മയാണ് ഗർഭം ചുമന്നത്. രണ്ടാമത്തത്, ഉമ്മയാണ് വള ഏറ്റെടുത്തത്, ഉമ്മയാണ് പ്രസവിച്ചത്. മൂന്നാമത്തത് ഉമ്മയാണ് മുലപ്പാലും തന്നത്. ഗർഭം ചുമന്നത്, പ്രസവിച്ചത്, മുലപ്പാല് തന്നത്. നിങ്ങൾക്ക് ആദ്യം ഹദീസ് കേട്ടപ്പോ ഇച്ചിരി വിഷമം തോന്നിയല്ലേ? നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ. ഇവിടെ ഒന്നും വാപ്പാന്നുള്ള സാധനം കണ്ടില്ലല്ലോ അല്ലേ? ഇപ്പൊ കാരണം മനസ്സിലായില്ലേ? എന്താ പാപ്പയല്ലല്ലോ ഗർഭം ധരിച്ചത്, പാപ്പ പ്രസവിച്ചു, പാപ്പ മുലപ്പാൽ തന്നോ? നിങ്ങളൊക്കെ വാപ്പമാരല്ലേ? ഈ 3 ഉത്തരവാദിത്വം 3 പ്രയാസമുള്ളതാ. ഹമലതുഹു ഉമ്മുഹു വഹനൻ, കണ്ടോ? അഹ്കാഫിൽ അല്ലാഹു പറഞ്ഞത് ഖുർഹ എന്ന, വവളഅതുഹു ഖുർഹ, കണ്ടോ? ഇവിടെ വഹന പറഞ്ഞപ്പോൾ അവിടെ ഖുർഹ പറഞ്ഞു. ബുദ്ധിമുട്ടും പ്രയാസവും സഹിച്ചുകൊണ്ടാണ് മാതാവ് ഗർഭം ചുമന്നത്. 9 മാസം പ്രസവ വേദന സഹിച്ചവരോട് ചോദിച്ചു നോക്കൂ. 64 എല്ല് പൊട്ടുന്ന വേദനയാണ് പ്രസവ വേദനയ്ക്ക്. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ വേദന ഏതാണെന്നറിയുമോ? ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്നതാണ്. അഫ്രാസുൽ ഖാൻ അല്ലേ? സുഹൃത്തുക്കളെ, രാജസ്ഥാനിൽ വെച്ച് ശംഭൂലാൽ എന്ന് പറയുന്ന സവർണ ഫാസിസ്റ്റ്
അഫ്രാസുൽ ഖാനെ മാരകമായി പിക്കാസ് കൊണ്ട് മാരകമായി മർദ്ദിക്കുകയും എന്നിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് കൊല്ലുകയും ചെയ്തു. ഇന്ന് വാട്സാപ്പിൽ കണ്ടു, ശംഭുലാൽ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് ആളെ മാറിപ്പോയതാണ്, ഞാൻ ഉദ്ദേശിച്ച ആൾ ഇയാളല്ല. സുഹൃത്തുക്കളെ, തികച്ചും നിരപരാധിയാണെന്ന് മനസ്സിലായില്ലേ അദ്ദേഹം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പച്ചയ്ക്ക് തീ കൊണ്ട് കരിച്ചു കൊല്ലുന്നതാണ് ഏറ്റവും വലിയ വേദന. അത് കഴിഞ്ഞാൽ പ്രസവവേദനയാണെന്നാണ് കിതാബുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 64 അസ്ഥി ഒടിയുന്ന വേദനയാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഇന്നിപ്പോ പ്രസവമൊക്കെ വളരെ കുറവാണ്. ഇന്നിപ്പോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുപോയി വലിയ അഭിമാനത്തോടെയാ പറയുന്നത്, എന്റെ മൂത്തമോൻ പെരുമ്പാവൂരിൽ നിന്നും, ഇളയമോൻ ആലുവയിൽ നിന്നും, മൂന്നാമത്തെ മകൻ എറണാകുളത്ത് നിന്ന് കിംസിനോ മിംസിനോ ഒക്കെ പറയും. വലിയ അഭിമാനമാണ് അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഴവ ഉസ്താദ് ഈ ആയത്തിന് 3 വരി നിർവചനം നൽകുന്നുണ്ട്. തഴവ ഉസ്താദ് അദ്ദേഹത്തിന്റെ മവാഹിബുൽ ജലിയായിൽ മാതാവ് ഗർഭം ധരിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. ഗർഭം ധരിച്ചത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. സുബ്ഹാന റബ്ബി, നോക്ക് നീ കുദ്റത്തുകൾ, വരവിനു മുമ്പേ നിറച്ചവൻ ഗോഡൗണുകൾ. തഴവ ഉസ്താദ് പറഞ്ഞാലേ അത് ഫിറ്റാവും. എല്ലാ പ്രഭാഷകരും തഴവ ഉസ്താദിനെ എടുത്ത് ഉദ്ധരിക്കും. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആ മഹാന്. ഞാൻ എന്റെ 16ാമത്തെ വയസ്സിൽ തഴവ ഉസ്താദിന്റെ വാള് കേട്ടയാളാണ്. ഇരാറ്റുപേട്ടയിൽ തഴവ ഉസ്താദ് 7 ദിവസം തുടർച്ചയായി, അന്നൊക്കെ വാള 5 ദിവസം 7 ദിവസമൊക്കെ. ആ മഹാൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഒരു കുഞ്ഞ് നവജാത ശിശു ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് സുബ്ഹാന റബ്ബി, നോക്കുന്നീ കുദ്റത്തുകൾ, വരവിനു മുമ്പേ നിറച്ചവൻ ഗോഡൗണുകൾ. ഉമ്മയുടെ 2 സ്ഥലമാണ് ഗോഡൗൺ എന്ന് വിശേഷിപ്പിച്ചത്. പാല് നിറഞ്ഞു നിൽക്കുന്ന 2 മാർ. നോക്കൂ, ആരാണിത് ഒരുക്കി വെച്ചത്? ശാസ്ത്രം പറയുന്നു, കുഞ്ഞ് അമ്മിഞ്ഞ പാല് കുടിക്കുമ്പോൾ ഈ പാല് നിർമ്മിക്കുകയാണ്, അല്ലാതെ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതല്ല. ആ സമയത്ത് ഈ പാലിങ്ങനെ ചുരത്തുകയാണ്. ഗർഭധാരണം പ്രയാസമുള്ളതാണ്. വലിയ വേദന സഹിച്ച് പ്രസവിക്കുകയും അതാ മടിയിലിരുത്തി തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് മാതാവ് പാല് കൊടുക്കുന്നു. എത്ര കൊല്ലം പാല് കൊടുക്കണം? വിശുദ്ധ ഖുർആനിലെ അൽ ബഖറ അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞു, വൽ വാലിദാതു യുർളിഅന ഔലാദഹുന്ന, മാതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കട്ടെ. ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായ 2 വർഷം. ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ, മുലകുടി പൂർണ്ണമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ 2 കൊല്ലം പാല് കൊടുക്കട്ടെ. അല്ലാഹു പറഞ്ഞു, ഇത് നിർബന്ധ കൽപ്പനയല്ല, ഇത് ഐച്ഛികമായ കൽപ്പനയാണ്. കൊടുക്കാൻ താല്പര്യമുള്ളവർ എത്ര കൊല്ലം പാല് കൊടുക്കണം? എത്ര കൊല്ലം കൊടുക്കണം? 2 കൊല്ലം. 2 കൊല്ലം ഞാൻ പാല് കുടിച്ചത്. നിങ്ങളും കുടിച്ചിട്ടുണ്ടാവും. പഴയ ആൾക്കാരൊക്കെ 2 കൊല്ലം പാല് കുടിച്ചിട്ടുണ്ടാവും അല്ലേ? അള്ളാഹു നമ്മുടെ സ്നേഹനിധിയായ മാതാവിന് പടച്ചവൻ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഞാൻ അങ്ങനെ ദുആ ചെയ്യാൻ കാരണം എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നു, എന്റെ ഉപ്പയും ജീവിച്ചിരിക്കുന്നു. ഉപ്പയ്ക്ക് 80 വയസ്സുണ്ട്, ഉമ്മയ്ക്ക് 75 വയസ്സ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. അള്ളാഹു വഫാത്തായവർക്ക് അവരുടെ ബർസഖി ജീവിതം അള്ളാഹു പ്രഭാപൂരിതമായ മുനവ്വറ അള്ളാഹു ആ ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ കാര്യം വഫാത്തിന് ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല, ദുആ ചെയ്യല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അല്ലാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നാണ്. അവിടെ ഉമ്മയ്ക്ക് ഒന്നാം സ്ഥാനമുണ്ട്. ഉമ്മയ്ക്ക് 3 പദവിയുണ്ട്. ഒന്ന് ഗർഭധാരണം, മറ്റൊന്ന് പ്രസവം, മൂന്നാമത്തത് മുലയൂട്ടൽ. ഈ 3 ഉത്തരവാദിത്വം ഉമ്മ ഏറ്റെടുത്തത് കൊണ്ട് ഉമ്മയ്ക്ക് സമൂഹത്തിൽ ഒന്നാം സ്ഥാനമുണ്ട് എന്ന് ഇമാം ഖുർത്തുബി. പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അവർക്ക് ഖിദ്മത്തും പരിചരണവും എല്ലാ സർവീസും ഇഹ്സാനും നമ്മൾ നടത്തി കൊടുക്കണം. ഹദീസിൽ വരുന്നുണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. അല്ലാഹുവിന്റെ വെറുപ്പ്, അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉപ്പയും ഉമ്മയും സംതൃപ്തരാണോ? അല്ലാഹു നമ്മളോട് സംതൃപ്തനാണ്. ഉപ്പയും ഉമ്മയും വെറുപ്പിലാണോ? അല്ലാഹു നമ്മളോട് വെറുപ്പിലാണെന്നാണ് ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, ഒരിക്കൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹു മൂസാ നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ മൂസാ വഖിർ വാലിദൈക്, നീ മാതാപിതാക്കൾക്ക് റെസ്പെക്ട് കൊടുക്കണം. വഖിർ വാലിദൈക്, നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീ വഖാർ നൽകണം, റെസ്പെക്ട് കൊടുക്കണം. മൻ വഖറ വാലിദൈക്, മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ മദദതു ഫീ ഉംരി, അവന്റെ ആയുസ്സ് നാം നീട്ടിക്കൊടുക്കും. വവഹബ്തു ലഹു വലദൻ യബറുഹു, നിനക്ക് ഗുണം ചെയ്യാൻ ഒരു സന്താനത്തെ നാം നിനക്ക് നൽകും മൂസാ. വീണ്ടും അല്ലാഹു മൂസാ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ മൂസാ മൻ അഖ്ദ വാലിദൈ, ആരെങ്കിലും മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയാൽ, ഖസർതു ഫീ ഉംരി, അവന്റെ ആയുസ്സ് നാം ചുരുക്കിക്കളയും, അവന്റെ ആയുസ്സ് നാം ചുരുക്കിക്കളയും. വവഹബ്തു ലഹു വലദൻ, നിന്നെ കഷ്ടപ്പെടുത്താൻ, നിന്നെ ദ്രോഹിക്കാൻ ഒരു മകനെ ഏർപ്പാട് ചെയ്യും മൂസാ. അല്ലാഹു കാക്കട്ടെ. മുത്തുനബിയുടെ ഒരു പ്രസിദ്ധമായ ഹദീസുണ്ട്, ബിർറു ആബാഅകും തബറുക്കും അബ്നാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ബിർറ് ചെയ്തോ, പുണ്യം ചെയ്തോ, നിങ്ങൾക്കത് തിരിച്ചു കിട്ടും. തബറുക്കും അബ്നാഉക്കും, നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പുണ്യം ചെയ്യുന്നവരായി മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് മാതാപിതാക്കളോട് അനുസരണക്കേടും അവിവേകപരമായ പെരുമാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അല്ലേ? വന്നിട്ടില്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? വന്നിട്ടുണ്ട്. മാതാപിതാക്കളുടെ പൊരുത്തം ഇന്ന് തന്നെ രാത്രി പോണം. വാപ്പയുമായി പിണക്കത്തിലാണോ, ഉമ്മയുമായി പിണക്കത്തിലാണോ, ഇന്ന് തന്നെ പോണം. നാളെ സുബഹിക്ക് ശേഷം ഒന്നും പോയാൽ പറ്റൂല. പറയണം. ഷമാസ് ഉസ്താദിന്റെ വിഷയം എന്ന കടമകളായിരുന്നു. എനിക്ക് മാപ്പ് തരണം, പൊരുത്തം ചോദിക്കണം, ഒരു പുതിയ ജീവിതം അവരുമായി നമ്മൾ കെട്ടിപ്പടുക്കണം. ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണേ, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തല്ലേ. അവരുടെ പ്രാർത്ഥന അല്ലാഹു ഉടനെ സ്വീകരിക്കും. നോക്കൂ, ഹദീസിൽ വരുന്നുണ്ട്, ഈ ദുനിയാവിൽ നാം ചെയ്യുന്ന എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പണിഷ്മെന്റ് നാളെ പരലോകത്തിലാണെങ്കിൽ ഉപ്പയെയും ഉമ്മയെയും കഷ്ടപ്പെടുത്തിയതിന്റെ ശിക്ഷ നാളെ ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കില്ല. അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു വേഗത്തിലാക്കി തരും. പടച്ചവൻ കാക്കട്ടെ.
മാതാപിതാക്കളുടെ നല്ല ദുആ നേടിയെടുക്കണം. അവരുടെ ബദ്ദുആ നേടിയെടുക്കല്ലേ. അവർ ബദ്ദുആ ചെയ്യുന്നത് അവരുടെ മനസ്സ് വെറുക്കുമ്പോഴാണ്, അവരെ കഷ്ടപ്പെടുത്തുമ്പോഴാണ്. അവരെ നാം സന്തോഷിപ്പിക്കണം. അവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടണേ. നോക്കൂ, ഹദീസിൽ രണ്ടിനും തെളിവ് വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാന റജുലുൻ ഫീ ബനി ഇസ്രായീൽ യുഖാലു ലഹു ജുറൈജ്. ബനു ഇസ്രായീൽ സമൂഹത്തിൽ ഒരു ആബിദ് ജീവിച്ചിരുന്നു. ആ മഹാന്റെ പേര് ജുറൈജ് എന്നായിരുന്നു. ജുറൈജ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉമ്മ വന്ന് വിളിച്ചു, യാ ജുറൈജ്, ജുറൈജ് എന്ന് വിളിച്ചു. ആ മകന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. രണ്ടാമതും വന്ന് വിളിച്ചു, മൂന്നാമതും വന്ന് വിളിച്ചു. ആ മകൻ ജവാബ് കൊടുത്തില്ല. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു പോയി, അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. അല്ലാഹുവേ, എന്റെ മകനെ നീ മരിപ്പിക്കരുതേ, എന്റെ മകനെ നീ മരിപ്പിക്കരുതേ. ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. അഭിസാരികമാരുടെ മുഖം കാണുന്നത് വരെ, വേശ്യാസ്ത്രീകളുടെ മുഖം കാണുന്നത് വരെ എന്റെ മകനെ നീ മരിപ്പിക്കല്ലേ. ഒറ്റ ദുആ. ഇത് നല്ല ദുആയാണോ അതോ ബദ്ദുആയാണോ? എങ്ങനെയുണ്ട്? ബദ്ദുആയ ചെയ്തു പോയി, അല്ലാഹു സ്വീകരിച്ചു. എന്തു സംഭവിച്ചു? ബുഖാരി റിപ്പോർട്ട് ചെയ്യുക. ഇത് ചുമ്മാ ഈ കഥയൊന്നും അല്ല, ഇത് ആധികാരികമായ ചരിത്രം. നമ്മുടെ ഹബീബായ മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ആധികാരികമായ ചരിത്രം. സഹീഹ് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് പറഞ്ഞാൽ പോരെ അല്ലേ? സഹീഹ് ഇഷ്ടം പോലെ പറയാനുണ്ടല്ലോ. എന്തു സംഭവിച്ചു? ജുറൈജ് സമൂഹത്തിൽ അറിയപ്പെട്ടു, പോപ്പുലർ. ഒരാൾ അറിയപ്പെടുമ്പോ കുറെ അസൂയക്കാരുണ്ടായിരുന്നു. നോക്കൂ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിനും അസൂയക്കാരുണ്ടായി. അവരിൽ ചിലർ ചിന്തിച്ചു, ജുറൈജിന് പണി കൊടുക്കണം, ജുറൈജിനെ ഇരുത്തിക്കളയണം. ഇന്ന് ജനങ്ങൾ ജുറൈജിനെ സ്നേഹിക്കുന്നു, ജുറൈജിന്റെ അടുക്കൽ ചെല്ലുന്നു. ആ ജുറൈജിന് നല്ലൊരു പണി കൊടുത്ത് മൂലക്കിരുത്തണം എന്ന് കുറച്ചാളുകൾ ചിന്തിക്കുന്നു. അവരെന്ത് ചെയ്തു? അന്നാട്ടിലെ സുമുഖിയും സുന്ദരിയുമായ ഒരു മോശമായി ജീവിച്ച ഒരു സ്ത്രീയെ അതിനുവേണ്ടി ഏർപ്പാട് ചെയ്തു. ആ പെണ്ണിനോട് പറഞ്ഞു, നിങ്ങൾ ജുറൈജിന്റെ വീട്ടിൽ ചെല്ലണം, ജുറൈജിനെ വശീകരിക്കണം. അങ്ങനെ ആ പെണ്ണിനെ ഏർപ്പാട് ചെയ്തുകൊണ്ട് ആ പെണ്ണ് ജുറൈജിന്റെ സൗമഹത്ത്, ജുറൈജ് ഇബാദത്ത് ചെയ്യുന്ന പർണശാല, ആ ടെന്റിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ജുറൈജ് ആ പെണ്ണിനെ നോക്കുക പോലും ചെയ്തില്ല. അവിടെ നിന്ന് മടുത്തപ്പോ ആ പെണ്ണ് നേരെ പോയത് ആടുകളെ നയിക്കുന്ന ആട്ടിടേന്റെ അടുത്തേക്കാണ്. ആട്ടിടേൻ ഈ പെണ്ണിനെ കാണേണ്ട താമസം. അവരിരുവരും സുഹൃത്തു ബന്ധം പുതുക്കിക്കൊണ്ട് അവരിരുവരും ശാരീരികമായ സംഗമത്തിലേക്ക് കടക്കുകയാണ്. നോക്കൂ, അതിൽ നിന്നും ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. തന്റെ സൗന്ദര്യം, തന്റെ ആകാര സൗഷ്ഠവത്തിൽ ജുറൈജ് ആകൃഷ്ടനായില്ല എന്ന് കണ്ട ആ പെണ്ണ് എന്ത് ചെയ്തു? രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തു. ആ കൊച്ചിനെയും ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഈ നവജാത ശിശു ജുറൈജ് എനിക്ക് സമ്മാനിച്ചതാണ്. ഞാനും ജുറൈജും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോഴുണ്ടായ കുഞ്ഞാണിത്. നിങ്ങളെല്ലാം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ജുറൈജ് കപടഭക്തനാണ്. ഇത് കേൾക്കേണ്ട താമസം ജനങ്ങൾ ഇളകി. ജനങ്ങൾ വന്നു. ഹദീസിൽ കാണാം, അദ്ദേഹത്തിന്റെ കൂടാരം അടിച്ചു തകർത്തു ജനങ്ങൾ. അദ്ദേഹത്തെ അടിക്കാനും തുടങ്ങി, കൈവച്ചു. അപ്പോൾ ജുറൈജ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് തല്ലുന്നത്? നിങ്ങൾ എന്തിനാണ് എന്റെ ഈ ഖാൻഗാഹിനെ പൊളിച്ചു കളഞ്ഞത്? ഞാൻ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലമല്ലേ? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നിന്റെ ആരാധന കാപട്യത്തിൽ അധിഷ്ഠിതമാണ്, നീ കപടഭക്തനാണ്, നീ ആ സ്ത്രീയുമായി വ്യഭിചരിച്ചില്ലേ, അതിൽ നിന്നുണ്ടായ കുഞ്ഞല്ലേ ഈ കുഞ്ഞ്. ജുറൈജ് പറഞ്ഞു, ഞാൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല.
എന്റെ കുട്ടിയല്ല. നോക്കൂ, ജുറൈജ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ നവജാത ശിശുവിന്റെ അടുത്തേക്ക് വരികയാണ്. വന്നുകൊണ്ട് തന്റെ വിരൽ കൊണ്ട് പൊക്കിളിന്റെ ഭാഗത്ത് കുത്തി. എന്നിട്ട് ചോദിച്ചു, യാ ഗുലാം മൻ അബാക, ഏ കുഞ്ഞേ, നിന്റെ ഉപ്പ ആരാണ്? ആരാണ് നിന്റെ പിതാവ്? നോക്കൂ, ജനങ്ങളെല്ലാം വളരെ കൗതുകത്തോടെ നോക്കുകയാണ്. ആ കുഞ്ഞു പറയുകയാണ്, ഫുലാനുർ റാഇ, എന്റെ പിതാവ് ആട്ടിടയനാണ്. ജനങ്ങളെല്ലാം മുഖത്ത് വിരൽ വെച്ചു. അവര് വന്നുകൊണ്ട് അതാ ജുറൈജിനെ തലോടാൻ തുടങ്ങി. ഹദീസിൽ വരുന്നുണ്ട്, മസഹു, അവര് തടകാൻ തുടങ്ങി. അവര് പറഞ്ഞു, നബിനി സൗമഅതക മിൻ ദഹബ്, നീ നിരപരാധിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നിന്റെ ടെന്റ് ഉണ്ടല്ലോ, ഞങ്ങൾ പൊളിച്ചു കളഞ്ഞ നിന്റെ ആ കൂടാരമുണ്ടല്ലോ, പർണശാല, അത് സ്വർണം കൊണ്ട് ഞങ്ങൾ നിനക്ക് പണിതു തരാം. നീ ശരിയായ ഭക്തനാണെന്ന് ഇപ്പൊ മനസ്സിലായി, നീ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോ സുഹൃത്തുക്കളെ, ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ എനിക്ക് സ്വർണം കൊണ്ട് എന്റെ ടെന്റ് പണിതു തരേണ്ടതില്ല, എനിക്ക് ആദ്യത്തതുപോലെ തന്നെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നിർമ്മിച്ചു തന്നാൽ മതി. നോക്കോ, ശിഷ്ടകാലം ആ ജനതയിൽ അവരോടൊത്ത് ജുറൈജ് ജീവിച്ചു, വഫാത്തായി എന്ന് ഹദീസിൽ വരുന്നുണ്ട്. അല്പനിമിഷം, ഏതാനും സമയം അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. കാരണം മാതാവിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. അല്ലാഹുവേ, ഇവനെ നീ മരിപ്പിക്കല്ലേ, വേശ്യകളുടെ മുഖം കാണുന്നത് വരെ. കണ്ടില്ലേ, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം സമൂഹത്തിന് അല്ലാഹു വ്യക്തമാക്കി കൊടുത്തു. അല്പകാലം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അത് ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്.